അച്ഛ പ്ലീസ്. അച്ഛനതൊന്നും സാരമില്ല മോനെ. അച്ഛൻ ഒരുപാട് ജീവിതം കണ്ടത്. ഐ എം സ്റ്റിൽ ഇൻസൈഡ്. പക്ഷേ ഒരു സത്യം നീ മനസ്സിലാക്കണം. നിന്റെ പ്രവൃത്തി നിന്റെ അമ്മയെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായി ഇന്നവൾ പ്ലീസ് ലീവ് മീ അലോൺ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ നിന്ന് ലെഫ്റ്റ് ആയാൽ നോക്കാൻ നിങ്ങളൊക്കെ ഉള്ളൂ. വീണ്ടും വീണ്ടും നീ അവളെ സങ്കടപ്പെടുത്തരുത്. അവക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അച്ഛ, ഇതൊഴിച്ച് അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. പക്ഷെ നിന്നോട് തർക്കത്തിനില്ല. നിന്റെ പ്രായം അതാണ്. ചെറുപ്പം എപ്പോഴും അവനവൻ ആവശ്യമുള്ളതേ കേൾക്കും എല്ലാ കാലത്തും. വയസ്സാവുമ്പോഴേ മനസ്സിലാവും തങ്ങൾ കേൾക്കാത്ത കരച്ചിലുകളുടെ വില എന്തായിരുന്നു എന്ന്. ഏതായാലും നീ ഒന്നോർത്താൽ മതി. മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയേ എന്നും മാതാപിതാക്കൾ ചിന്തിക്കുകയുള്ളൂ. അതുപോലെ അവർ സന്തോഷത്തോടെ എന്നും തോറ്റുകൊടുക്കുന്നതും മക്കളുടെ മുന്നിലാണ്. ഇന്ന് ഞാൻ തോറ്റു. പക്ഷെ അഖിലയുടെ കാര്യം എനിക്കറിയില്ല. തൽക്കാലം നീ പോയി കിടന്നുറങ്ങും. ബാക്കി നേരം വെളുത്തിട്ടാകാം. ഗുഡ് നൈറ്റ്. അരവിന്ദേ, നിനക്ക് എന്താടാ പറ്റിയേ? ഛേ, കഷ്ടം. ഒരു ഡ്രൈവറുടെ മോളെ കെട്ടണോന്ന് പറയാൻ നിനക്ക് നാണമില്ലേ? ഛേ, പോവാ. അരവിന്ദേ, ഇടാ അവിടെ നിക്കടാ. നിന്നോടാ ചോദിക്കുന്നേ, നീ കേൾക്കുന്നില്ലേ? നിനക്കിപ്പോ എന്താ പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഐ എം ഓൾ റൈറ്റ്. പക്ഷെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതാ പോയത്. അറിഞ്ഞോ അറിയാതെയോ ഞാനും അതിനൊരു കാരണക്കാരനായി പോയി. ഇനിയെങ്കിലും എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതിനൊരു മാർഗമേ ഉള്ളൂ. ഞാൻ അവളെ കല്യാണം കഴിക്കുക, അത്ര തന്നെ. എടാ, ഒരത്ര തന്നെയില്ല. ഇങ്ങോട്ട് നോക്ക്. നീ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. കല്യാണിക്ക് ഒരു കുഴപ്പവും വരാനും പോകുന്നില്ല. ദേ, അവളെ രക്ഷപ്പെടുത്തിയ മതിയാവുന്നാണെങ്കിൽ നിന്റെ അമ്മ ഒറ്റ ആള് വിചാരിച്ചാ മതി. കല്യാണി സ്വപ്നം പോലും കാണാത്ത രീതിയിൽ നമുക്ക് അവളുടെ കല്യാണം നടത്തിവിടാം. കേട്ടല്ലോ? ഒന്നല്ല 100 പയ്യന്മാര് വന്ന് ക്യൂ നിൽക്കും. അതിന് നീ ഇങ്ങനെ തല പൊകിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാദ്യം മനസ്സിലാക്ക്. അത്ര ഈസി ഒന്നല്ല കാര്യങ്ങള്. ഇളയമ്മയ്ക്ക് എന്നെ മനസ്സ് മനസ്സിലാവത്തോണ്ടാ. ഓ, ഇപ്പൊ അങ്ങനെയായോ? എടാ, നിന്റെ മനസ്സ് മനസ്സിലാക്കി കൂടെ നിന്നതുകൊണ്ടാ ഞാനിപ്പൊ പുലിവാലി പിടിച്ച പോലെ ആയത്. നന്ദനെ ഇഷ്ടമല്ല, എങ്ങനെയെങ്കിലും ഈ നിശ്ചയം മുടക്കി തരണോന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്റെ കൂടെ നിന്നില്ലേ? പക്ഷേ ഈ നിശ്ചയം എങ്ങാനും മുടക്കാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് നിന്റെ അമ്മയോ ആനന്ദോ അറിഞ്ഞാലേ അതോടെ തീർന്നു എല്ലാം. പിന്നെ എന്റെ സഞ്ചയനത്തിന് നിനക്ക് ഇഡലി സാമ്പാറും കഴിക്കാം. അതാ എന്റെ അവസ്ഥ. അയ്യോ ഇളയമ്മ, എനിക്ക് അറിയാം. ഇത്രയും നേരം കൂടെ നിന്ന് എല്ലാം പ്ലാൻ ചെയ്ത ഇളയമ്മയ്ക്ക് ഇപ്പൊ എന്താ പറ്റിയത്? ഞാനെന്താ നന്ദനെ കെട്ടണോ? അതാണ് ആവശ്യം എന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യം ഞാൻ ചോദിക്കുന്നതിന് നീ ഉത്തരം പറ. ആ നാടക നടിയുടെ ഫോട്ടോയുടെ സ്ഥാനത്ത് കല്യാണിയുടെ ഫോട്ടോ എങ്ങനെ വന്നു? അഥവാ വന്നെങ്കിലും ആ ഫോട്ടോ കണ്ട ഉടനെ നീ എന്തിനാ ഓരോന്ന് വിളിച്ചു കൂവിയത്? നീയും അവളും തമ്മിൽ പ്രേമത്തിലാണെന്നും അവളെ ഈ ഭൂമിയിൽ ജനിച്ചതുപോലെ നിന്നെ കെട്ടാൻ വേണ്ടിട്ടാണെന്നും നീ അവളെ കെട്ടൂന്നൊക്കെ. ചേ, വളരെ മോശമായി പോയി. വളരെ മോശം. അതേളേമ്മ, നിശ്ചയം മുടക്കാൻ അതേ ഉണ്ടായിരുന്നുള്ള ഒരു വഴി. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പറ്റിപ്പോയി. പറ്റിപ്പോയി. എന്തായാലും നിശ്ചയം മുടങ്ങി. നിന്റെ കാര്യം നടന്നു. പക്ഷേ ഇപ്പൊ നീ അടുത്ത പ്രശ്നമായിട്ട് വരിക കല്യാണിയെ കെട്ടണം പോലും. എടാ, അവൾ ഇവിടുത്തെ വെറും ഒരു ഡ്രൈവറുടെ മോളാ. അതാ നീ മറന്ന ഒന്നാമത്തെ കാര്യം. കൊള്ളാം, ഡ്രൈവറുടെ മോളാണെന്ന് വെച്ച് അവളൊരു പെണ്ണല്ലേ ഇളയമ്മ? അവൾക്കൂല്ലേ മാനം അഭിമാനമുള്ള ഒരു മനസ്സ്? അവളുടെ സ്ഥാനത്ത് ഇളയമ്മയാണെങ്കിലേ മനസ്സിലാവൂ ഉള്ളിലെ നെയ്റ്റലും വേദനയൊക്കെ. ആദ്യം അത് മനസ്സിലാക്ക്. അല്ല, ഇളയമ്മയ്ക്കില്ലേ ഒരു മോള്? ഇത് അവൾക്കാണ് സംഭവിച്ചിരുന്നെങ്കിലോ? എങ്കിൽ കൊല്ലും ഞാൻ അവളെ. കൊന്നു കുഴിച്ചു മൂടും. അതെ, പക്ഷെ പ്രാരാബ്ധക്കാരി കല്യാണിക്ക് ചാവാൻ പറ്റില്ല. അതാണ് അവളുടെ ശാപവും.
പാവം, ഈ നാട്ടിലെ ആളുകൾ എന്തൊക്കെയാ പറയുന്നറിയോ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ ഇളയ മോനും ഡ്രൈവർ ദാസേട്ടന്റെ മോളും കൂടി. ഛേ, ആണൊരുത്തനായി എനിക്കത് കേട്ടിട്ട് സഹിക്കുന്നില്ല. അപ്പൊ ആ കല്യാണിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ചെയ്ത നെറുകേട്ടിന് ആ പാവം പെണ്ണിന്റെ. അതിന് നാട്ടുകാരുടെ വായ അടയ്ക്കാനാണോ നീ ഇപ്പൊ അവളെ താലി കെട്ടാന്ന് വിചാരിക്കുന്നേ? ബെസ്റ്റ് ഐഡിയ ആണല്ലോ. ഐഡിയ ബെസ്റ്റ് ആയാലും മോശമായാലും അത് തന്നെ ഒരു മാർഗമുള്ളൂ. ഞാൻ അവളെ കെട്ടും, അത് തന്നെ എന്റെ തീരുമാനം. ഓ എടാ മണ്ടൻ തിരുമാലി, നോക്ക്, നമ്മള് കഴിക്കുന്ന എച്ചിൽ പാത്രം കഴുകുന്നവളാ അവള്. ഛേ, കഷ്ടം. നമ്മള് കഴിക്കുന്ന ആഹാരം ഉണ്ടാക്കുന്നത് അവളാ. വേണമെങ്കിൽ അവള് രുചി നോക്കിയതിന് ശേഷമുള്ള എച്ചില നമ്മൾ കഴിക്കുന്നതെന്ന് പറയുകയാണെങ്കിലോ? കൊള്ളാം, നല്ല ലോജിക്ക്. ഞാൻ എത്ര പറഞ്ഞാലും നിന്റെ തലയ്ക്കകത്ത് കേറില്ല. അപ്പോ അവളെ കല്യാണം കഴിക്കാൻ നീ തീരുമാനിച്ചുറപ്പിച്ചു അല്ലേ? ആ അതെ. ഇനിയിപ്പോ അമ്മ എന്റെ ജീവൻ എടുത്താലും എനിക്ക് പ്രശ്നമില്ല. കല്യാണോട് ചെയ്ത തെറ്റിന് എനിക്ക് പരിഹാരം ചെയ്യണം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ അതേ വീറും വാശിയും കിട്ടി ഈ മകനാ പറയുന്നത്. കല്യാണം ഞാൻ കല്യാണം കഴിച്ചിരിക്കും. അയ്യോ, സഞ്ചയനത്തിന് ഇഡ്ഡലിയും സാമ്പാറും അല്ല, ഞങ്ങളുടെ കല്യാണത്തിന് സദ്യ ഉണ്ണ ഇളയമ്മ റെഡി ആയിക്കോ. ആ, ഇത് എന്റെ വാക്കാ. ആ. എന്തു പറ്റി മോളെ? എന്താ പ്രശ്നം? പ്രശ്നം തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അമ്മ തന്നെയാ. അത് വിട്ടില്ല നീ ഇതുവരെ. മോൾക്കറിയോ, ആ അഖിലാണ്ടേശ്വരിയെ കുറിച്ച് പഠിക്കാൻ ഞാൻ ഒരു കൊല്ലം എടുത്തു. പിന്നെ അഖിലാണ്ടേശ്വരിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലാവാൻ 4 കൊല്ലക്കാലം രാവും പകലും ഇല്ലാതെ നടന്നു. അങ്ങനെ 5 കൊല്ലം ഞാൻ കളഞ്ഞത്. ഇതെല്ലാം എന്തിനായിരുന്നു എന്നറിയോ നിനക്ക്? നിന്നെ തൃച്ചംബരത്തെ മരുമകളാക്കാൻ. ആ, എല്ലാം വെറുതെയായി. ഇല്ലമ്മേ, ഒന്നും വെറുതെ ആയിട്ടില്ല. ഏ, നീ എന്താ മോളെ പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യം. നമ്മളാണ് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞത്. ഇതുവരെ അഖിലാണ്ടേശ്വരി അമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതെന്താ, അമ്മ അങ്ങ് മറന്നോ? നന്ദനെ, നീ അതെ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും നന്ദന തന്നെയാ മരുമകളുടെ സ്ഥാനത്ത്. അതിനൊരു വഴിയില്ല. അഖിലാണ്ടേശ്വരി ഈ അമ്മയ്ക്ക് അറിയാവുന്നത്ര മോൾക്ക് അറിയില്ല. വേണ്ടാന്ന് വെച്ച് പോയവരെ തിരിച്ചു വിളിക്കില്ല അഖിലാണ്ടേശ്വരി. എന്നാൽ ഈ കാര്യത്തിൽ അമ്മയ്ക്ക് തെറ്റി. അഖിലാന്റിയുടെ മനസ്സിൽ ഇപ്പോഴും ഞാൻ തന്നെയാ മരുമകള്. അതെന്താ നിനക്കിത്ര ഉറപ്പ്? അഖിലാന്റി കല്യാണിക്ക് 7 ദിവസത്തെ സമയം കൊടുത്തിരിക്കുക. എന്റെയും അരവിന്ദിന്റെയും മനസ്സ് മാറ്റി ഈ നിശ്ചയം നടത്താൻ. അവളെ കാരണം മുടങ്ങിയ നിശ്ചയം അവള് തന്നെ മുൻകൈയെടുത്ത് നടത്താൻ. അതിന്റെ അർത്ഥം അഖിലാന്റിയുടെ മനസ്സിൽ ഇപ്പോഴും ഞാൻ മരുമകളുടെ സ്ഥാനത്ത് തന്നെ ഉണ്ടെന്നല്ലേ? അത് കറക്റ്റ്. പക്ഷേ 7 ദിവസം എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുമ്പോ തീരില്ലേ? ഒരുപക്ഷെ അരവിന്ദ് മനസ്സു മാറ്റി വന്നാലും ഇത്രയും അപമാനം സഹിച്ച നീ മനസ്സു മാറ്റൂന്ന് അഖിലാണ്ടേശ്വരി എങ്ങനെ കരുതും? അതാ എനിക്ക് മനസ്സിലാവാത്തത്. യെസ്, യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. പക്ഷേ അമ്മയുടെ ഈ സംശയം അല്പം പോസിറ്റീവായിട്ട് ചിന്തിച്ചു നോക്കിയാൽ അമ്മയ്ക്ക് കാര്യം മനസ്സിലാവും. അഖിലാന്റിക്ക് എന്നെ മരുമകളാക്കിയേ പറ്റൂ. അതുകൊണ്ടാണ് ഈ നിശ്ചയം മുടങ്ങാൻ കാരണക്കാരിയായ അടുക്കളക്കാരിയോട് തന്നെ എന്നെ കൺവിൻസ് ചെയ്ത് ഈ നിശ്ചയം നടത്താൻ പറഞ്ഞതും അവൾ ഇവിടെ വന്നതും. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. നിന്നെ അഖിലാണ്ടേശ്വരിയുടെ മരുമകളാക്കുക എന്ന എന്റെ സ്വപ്നം എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ എന്റെ സ്വപ്നം നടക്കുന്ന എനിക്ക് ഉറപ്പായി. അപ്പോ അഖിലാണ്ടേശ്വരിയുടെ വീട്ടിലെ ജോലിക്കാരി ഇവിടെ വന്ന പ്രശ്നം പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോവാല്ലേ? പോകാം. പക്ഷേ സമാധാനത്തിനോ സന്ധി സംഭാഷണത്തിനോ ഒന്നുമല്ല, മറിച്ച് നമ്മൾ ആരാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ.
മോളെ, നീ ബുദ്ധിമോശം കാണിക്കരുത്. അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ ഈ കല്യാണം. ആദ്യം ഞാൻ അനുഭവിച്ച അപമാനത്തിന് പകരം വീട്ടണം. ആദ്യം ഞാൻ അനുഭവിച്ച അപമാനത്തിന് പകരം വീട്ടണം. ഈ നന്ദനെ ആരെന്ന് അവരെ കാണിച്ചു കൊടുക്കണം. അഖിലാണ്ടേശ്വരിയുടെ മനസ്സിൽ നീ ഉണ്ടെന്നല്ലേ ഇതുവരെ പറഞ്ഞത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അത് ഇല്ലാതായാലോ? അതോടെ എല്ലാം തീർന്നില്ലേ? കൊള്ളാം. അമ്മ അഖിലാണ്ടേശ്വരി ആന്റിയെ കുറിച്ച് പഠിച്ചതൊക്കെ തെറ്റാണല്ലോ. അഖിലാണ്ടേശ്വരി ഒരു കാര്യം ആഗ്രഹിച്ചാൽ പിന്നെ എന്ത് സംഭവിച്ചാലും അത് നേടിയെടുത്തിരിക്കും. എന്നെ മരുമകളാക്കാൻ തീരുമാനിച്ച മരുമകളാക്കിയിരിക്കും. അതാണ് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. അമ്മ റെഡി ആയിക്കോ, നമുക്കൊരു യാത്രയുണ്ട്. എന്റെ ഈശ്വരാ. ഇവിടെ ഇതെന്തോ കാര്യമായ പ്രശ്നം നടക്കുന്ന ലക്ഷണമാണല്ലോ. എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് കൊച്ചമ്മ ഇതുവരെ ഇറങ്ങി വരുന്നുമില്ല. എന്തായിരിക്കും അഖിലാണ്ടേശ്വരിയുടെ പ്ലാൻ? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നുമില്ലല്ലോ. ഇനി ഇവൻ അടുത്ത വല്ല കുരുക്കും ഒപ്പിച്ചോന്നാ സംശയം. ഏതായാലും കൊച്ചമ്മ എഴുന്നള്ളി വാ തുറന്ന് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. ഇതെന്താ ഇതുവരെ വരാത്തത്? ഞങ്ങൾ എല്ലാവരെയും ഇവിടെ വരാൻ പറഞ്ഞത് ഒരു പ്രത്യേക കാര്യത്തിനാ. ദാസേട്ടാ, മാഡം, തൃച്ചംബരത്തുണ്ടായ അപമാനത്തിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. ഒപ്പം സ്വന്തം മകളുടെ ഭാവി എന്താണെന്നോർത്ത് വിലപിക്കുന്ന ഒരു അച്ഛന്റെ ചങ്കിടിപ്പ് എനിക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ ദാസേട്ടന്റെ സങ്കടം മാറ്റാൻ ഞാനും കൃഷ്ണേട്ടനും കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുക. എനിക്കറിയേണ്ടത് ഞങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് ആർക്കെങ്കിലും വല്ല എതിർപ്പും ഉണ്ടാവൂന്ന. അമ്മ എന്ത് തീരുമാനിച്ചാലും അത് ഞങ്ങൾക്ക് സമ്മതം. അതിൽ ഒരു സംശയവും ആവശ്യമില്ല. ഏട്ടത്തി അങ്ങനെ കുടുംബത്തിന്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന തീരുമാനങ്ങളൊന്നും എടുക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഈ ടെൻഷനൊന്നും മാറുമായിരുന്നു. ഞങ്ങളുടെ ഇളയ മകൻ കാണിച്ച നിറകേടിന് ഒരു പെണ്ണിന്റെ ജീവിതം ഇല്ലാതാകരുത്. അവളുടെ ഭാവി മുരടിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം. കല്യാണിയുടെ കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. മാഡം, ഞാനീ കേൾക്കണത് സത്യമാണോ? എന്റെ മോൾക്ക് മാഡം കല്യാണം നടത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ
എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാ വിശ്വസിക്കാം. ഇവിടെ നടത്താൻ പോകുന്നത് വെറുമൊരു ഡ്രൈവറുടെ മകളുടെ കല്യാണമല്ല, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വീട്ടിലെ കല്യാണമാണ്. ഈ നാട് കാണാത്ത വിധത്തിലുള്ള ഒരു കല്യാണം. മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഹോ, എന്റെ ദൈവമേ, എനിക്ക് അപ്പോഴേ അറിയാം അരവിന്ദിനെ കൊണ്ട് അവളെ കെട്ടിക്കൂന്ന്. ഹോ, എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. അഖിലാണ്ടേശ്വരി ഒന്ന് തീരുമാനിച്ച പിന്നെ അതിന്ന് മാറുന്ന പ്രശ്നമില്ല. എന്നെ പറഞ്ഞാ മതി, എല്ലാം എന്റെ കയ്യിലെ കുഴപ്പം തന്നെ. ഇനി ആ കല്യാണിയുടെ ആട്ടും തുപ്പും കൂടെ ചുമക്കേണ്ടി വന്ന പോയി ചത്താ മതി. ഹോ, പരമ്പരാഗത ആചാരങ്ങൾ അനുസരിച്ചുള്ളതായിരിക്കും ഈ കല്യാണം. പറഞ്ഞല്ലോ, ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വീട്ടിലെ കല്യാണമാണ്. ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. കല്യാണിയെ കെട്ടാൻ പോകുന്ന ചെറുക്കനാരാണെന്ന് ഏട്ടത്തി പറഞ്ഞില്ല. അല്ല, ആളാരാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അതെന്താ സഹദേവ അങ്ങനെ ഒരു ചോദ്യം? കല്യാണിയെ കെട്ടാൻ ഫോറിനിൽ നിന്ന് ചെറുക്കനെ കൊണ്ടുവരണം, അതോ നാട് മുഴുവൻ വലവരിച്ച് കണ്ടുപിടിക്കണം? അതിന്റെ ഒന്നും കാര്യമില്ല. ചെറുക്കൻ ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ ഈ ഫാമിലിയിൽ. എല്ലാം പോയി. അരവിന്ദ് തന്നെ. ദൈവമേ, ഇതിനേക്കാൾ ഒരു പ്രളയം കൂടി വന്നാ മതിയായിരുന്നു. ഇതൊന്നും കാണണ്ടായിരുന്നു. ഫാമിലി എന്ന് പറഞ്ഞാൽ തൃച്ചംബരത്തെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ആനന്ദേ, നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫുകളിൽ ഒരുപാട് സ്മാർട്ടായ ചെറുപ്പക്കാരുണ്ട്. അതിലൊരാളെ കിട്ടില്ലേ കല്യാണിയെ വിവാഹം കഴിക്കാൻ? തീർച്ചയായിട്ടും കിട്ടുമേ. നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ആറ്റുകാലമ്മേ, നീ കാത്തു. ഹോ, ഇത്തവണ 101 കലത്തി വന്ന് പൊങ്കാല ഇട്ടേക്കാവേ. ദേവി, നിനക്കിതെന്തു പറ്റി? ആറ്റുകാലമ്മയുടെ പൊങ്കാലയെ പറ്റി ആലോചിച്ചതാ. അത് നല്ലത് തന്നെയാ. ആറ്റുകാലമ്മേ, ഇവിടെ സ്വഭാവം ഒന്ന് മാറ്റി തരണേ. ആ ആനന്ദേ, അമ്മേ, നമ്മുടെ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസിന്റെയും ഫാമിലി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. എന്നിട്ട് കല്യാണിക്ക് യോജിക്കുന്ന യാതൊരു സ്വഭാവ ദൂഷ്യവുമില്ലാത്ത ഒരു പയ്യനെ കണ്ടുപിടിക്കണം. ആ. അയാളായിരിക്കും ഇനി കല്യാണിയുടെ വരൻ. ശരിയമ്മേ. നമ്മുടെ കമ്പനിയുടെ ഹെർബൽ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് അറിഞ്ഞാൽ മതി. ആളുകൾ ക്യൂ നിൽക്കും കല്യാണി വിവാഹം കഴിക്കാൻ. ചേച്ചി, എന്തിനാ അവളുടെ കല്യാണം ഇത്ര ആഡംബരത്തിൽ നടത്തുന്നത്? അവള് കാണിച്ചു കൂട്ടിയതൊക്കെ ചേച്ചി ഇത്ര പെട്ടെന്ന് മറന്നോ? എന്തിനാ അവളുടെ കല്യാണം ഇത്ര ആഡംബരത്തിൽ നടത്തുന്നത്? അവള് കാണിച്ചു കൂട്ടിയതൊക്കെ ചേച്ചി ഇത്ര പെട്ടെന്ന് മറന്നോ? വിലാസിനെ, അല്ല, ചേച്ചിക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ, ഞാൻ പോയി തോക്കെടുത്തോണ്ട് വരാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. പറ, നിനക്ക് എന്താ ഇപ്പൊ പ്രശ്നം? കല്യാണിക്ക് കല്യാണം നടത്തി കൊടുക്കുമ്പോ സ്വത്ത് കുറയുമെന്നുള്ള പേടിയാണോ നിനക്ക്? അതോ കുടുംബത്തിന്റെ മാനം പോവുമെന്നുള്ള ഭയമോ? അയ്യോ, അതല്ല ചേച്ചി. വിലാസിനി, നീ വാടക്കെ. ഏട്ടത്തി പറഞ്ഞു കേട്ടില്ലേ നീ? സഹദേവ, അവള് പറയട്ടെ. ഏട്ടത്തി അത് പറ വിലാസിനി. അല്ല, ചേച്ചിയുടെ 25ാം വിവാഹ വാർഷികത്തിന് നന്ദന് തന്ന കുടുംബ ഫോട്ടോ കത്തിച്ച് ചാമ്പലാക്കി വിവാഹ വാർഷികം തകർത്തവളാ അവള്. അത് ചേച്ചി അങ്ങ് മറന്നുപോയോ? അവള് വന്നു കേറിയ ദിവസം തന്നെ ചേച്ചിയുടെ വില കൂടിയ സാരി വലിച്ചു കീറിയത് ഓർമ്മയില്ലേ ചേച്ചിക്ക്? ചേച്ചിയുടെ കൺമുൻപിൽ വരരുതെന്ന് പറഞ്ഞിട്ട് പോലും മനഃപൂർവ്വം ബ്യൂട്ടി കോൺടെസ്റ്റിൽ പങ്കെടുത്ത് ബ്രാൻഡ് അംബാസിഡറായി അവള്. എല്ലാം പോട്ടെ, ഈ നിശ്ചയം മുടക്കി തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെയും കുടുംബത്തെയും അപമാനിച്ചത് ആരാ? അത് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂ ചേച്ചിക്ക്?
ദേ, ചേച്ചി മറന്നാലും ഈ കുടുംബത്തിലെ എനിക്ക് അത് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. നിശ്ചയം മുടങ്ങി തകർന്ന മനസ്സുമായി ചേച്ചി നിന്നത് കണ്ടപ്പോ എന്റെ നെഞ്ച് പൊടിഞ്ഞു പോയി, അറിയോ? അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അതറിയോ ചേച്ചിക്ക്? അവളെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പാ. അതെങ്ങനെയാ? അവളുടെ തലയെടുക്കും മുന്നേ തന്നെ തള്ള ചത്തില്ലേ? ഓ, അത്ര രാശി അവൾക്ക്.